പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ സങ്കടപ്പെടുന്നവരുണ്ട്. ചില കാര്യങ്ങൾ ഓർത്ത് ചിലരെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരുണ്ട്. ചില ജോലി സ്ഥലങ്ങളെ ഓർത്ത് മനസ്സ് ഇപ്പത്തിനെ ഭയപ്പെടുന്നവരുണ്ട്. കർത്താവേ, അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഐ കം വിത്ത് യു വെർ എവർ യു ഗോ എന്ന് പറഞ്ഞ അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് അങ്ങയുടെ മക്കളുടെ കൂടെ ഇന്നത്തെ യാത്രയിൽ നീ സഹയാത്രികനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രാത്രി ഇന്ന് തിരിച്ചു വരുമ്പോൾ അവർ ഉത്തരവാദികളെ നിറവേറ്റി അങ്ങയുടെ കൂടെ ഇൻസെൻറ്റീവ് കൊടുത്ത് അവർ വിചാരിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് തീർത്ത് എല്ലായിടത്തും വിജയമുണ്ടായി തിരിച്ചു വരാൻ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവ് പരിശുദ്ധ അമ്മ, നിൻ്റെ അമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ നാമം തന്നെ ഞാൻ ആശീർവദിച്ചയക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഞാൻ ഇന്നലെ പറഞ്ഞത് തന്നെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. പക്ഷെ അതേ രീതിയല്ല, അതിൻ്റെ അടുത്ത ഘട്ടങ്ങളാണ്. അത് അറിയാമോ, ഒരാഴ്ചയിൽ ഒരേ തീം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വിവിധമായ വശങ്ങളെ പിടികിട്ടും. ഒരു സ്കൂബ് തന്നെ എടുത്തിട്ട് അതിൻ്റെ വ്യത്യസ്തമായ വശങ്ങൾ കാണിക്കുക. സംഭവം ഒന്ന് തന്നെ ആയിരിക്കും. അതിൻ്റെ എല്ലാ 8 ദിക്കുകളെയും നമ്മൾ കാണിക്കും. ആ 8 ദിവസം അങ്ങനെ ദൈവവചനം ഡെയിലി ബ്രെഡ് മുന്നോട്ട് പോകും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ നിർമ്മലൻ എന്ന് വചനത്തിലെ ഒരു നല്ല വാക്കുണ്ട്. നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ലെന്നല്ല, എൻ്റെ നിർമ്മലൻ എന്ന് കിടക്കണം. എൻ്റെയാണ്. സങ്കീർത്തനങ്ങൾ 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. വിശുദ്ധ പ്രശ്നത്തിനാൽ അപ്പം നിങ്ങൾ കേൾക്കുമ്പോർക്കും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കുന്ന വിഷയം മാത്രമാണിത്. കർത്താവിനെ വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കുന്നത് ഞാൻ മൂലം ജീവിക്കുന്ന ഈശോ പറഞ്ഞിട്ടല്ലേ, അതായിരിക്കും. അത് മാത്രമല്ല, ജീവിതത്തിൻ്റെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്തുമാത്രം പാതാളങ്ങളുണ്ടാകും. നമ്മൾ വീട് പോണ പാതാളങ്ങളില്ലേ, പാപമാകാം, ബിസിനസ് തകർച്ചയാകാം, ജോലി നഷ്ടമാകാം, വിസ പുതുക്കാത്തതാകാം, അങ്ങനെ പല പാതാളങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ. മക്കളില്ലാത്തതാകാം, കുടുംബത്തിൽ നിന്ന് പുറത്താക്കുന്നതാകാം, പല പാതാളങ്ങളുണ്ട്. ഈ പാതാളത്തിൽ വീഴാതിരിക്കാൻ എന്താ മാർഗം? എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. ആരെയാണ് ഇത്തരം പാതാളത്തിലേക്ക്, തകർച്ചയിലേക്ക് വിടാത്തത്? ആരെയാണ് വിടാത്തത്? എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. ആരാണ്? എൻ്റെ എന്നുള്ള വാക്ക് അവിടെ ഉണ്ട്. അതിനാണ് പ്രാധാന്യം. അത് ഈ എൻ്റെ കൂടെ, നിർമ്മലൻ്റെ കൂടെ എല്ലാ നിർമ്മലരും ചിലപ്പോൾ കർത്താവിൻ്റെതാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇപ്പം എന്തുമാത്രം ആൾക്കാർ, ഇപ്പം നിരീശ്വരന്മാരില്ലേ, നിരീശ്വരന്മാർ ദൈവത്തെ വിശ്വസിക്കാത്തവരും ദൈവത്തെ പുച്ഛവും വെറുപ്പും ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ ജീവിതം നോക്കുമ്പോൾ അവർ നല്ല മനുഷ്യരാണ്. എല്ലാവരും ആണെന്ന് ഞാൻ പറയില്ല, പക്ഷെ നല്ല മനുഷ്യരുണ്ട് എൻ്റെ അത്വത്തിൽ. നല്ലവണ്ണം കുടുംബം നോക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്, ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നവരുണ്ട്, നല്ലവണ്ണം അധ്വാനിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ നല്ലവണ്ണം സത്യസന്ധമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷെ അവരാരും എൻ്റെ നിർമ്മലനാകണമെന്ന് നിർബന്ധമില്ല. നിർമ്മലനായിരിക്കും അവർ, പക്ഷെ എൻ്റെ നിർമ്മലനാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നിർമ്മലം ദൈവത്തിൻ്റെ സ്വന്തം ആള്. അത് ഒരു ഭയങ്കര ഇതാണ്. ഇപ്പം യേശുക്രിസ്തുവിൻ്റെ സ്വന്തം എന്ന് പറഞ്ഞുള്ള വിഷയമില്ലേ, റോമ 1:6. യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവർ. അപ്പം അങ്ങനെ ഒരു വിളിയാണ്. എൻ്റെ നിർമ്മലം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ സ്വന്തമാകുകയാണ്. അപ്പോൾ സ്വന്തമാകുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അഭിരുചി ചില ആൾക്കാർക്ക് യേശുക്രിസ്തുവിനോട് ഉണ്ടാകുമല്ലോ, ഇല്ലേ? അപ്പം അവരതിനകത്ത് പേയ്മെൻറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കും. കാര്യം സ്വന്തമാകണമെന്നുണ്ടെങ്കിൽ നമ്മളത് വില കൊടുത്ത് വാങ്ങേണ്ടതാണ്. ചില ആൾക്കാർ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി വില കൊടുക്കാൻ തയ്യാറാകത്തില്ല. അവർക്ക് കിട്ടുന്ന പ്രൊമോഷൻ്റെ പേര് വില കൊടുക്കും. ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന നല്ല സൽപ്പേരിന് വേണ്ടി വില കൊടുക്കും. ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി വില കൊടുക്കാൻ ചിലർക്ക് ക്രിസ്തു അത്ര മൂല്യമൊരു വ്യക്തിയായിട്ട് അവർക്ക് തോന്നത്തില്ല. കാര്യം അതൊരു വിളിയാണ്. വിളി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ തോന്നത്തുള്ളൂ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു വിളി ഉണ്ടെങ്കിൽ നമുക്ക് തോന്നും ക്രിസ്തുവിന് വേണ്ടി വില കൊടുക്കണം. അതുകൊണ്ട് ഈശോ പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ സ്വയം പരിത്യജിക്കണം, തൻ്റെ കുരിശെടുക്കണം, കൂടെ വരണം. അപ്പം അത് പേയ്മെൻ്റ് ആണെന്നാണ് പറഞ്ഞത്. പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഈശോൻ്റെ പേരിലും കുരിശ് എടുത്തുകൊണ്ടായിരിക്കണം. കുരിശ് എന്ന് പറയുമ്പോൾ നമുക്ക് തൽക്കാലത്ത് കുരിശിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മരിച്ച് കുറേ കാലം കഴിഞ്ഞ് മാത്രമേ
അത് 1-2 ദിവസം കഴിഞ്ഞ് മാത്രമേ അതിൻ്റെ വരുമാനമുള്ളൂ. എന്താണ് കുരിശെന്ന് ചോദിച്ചാൽ, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും അപ്പോഴപ്പം നമുക്ക് റിട്ടേൺസ് കിട്ടണം. കുരിശിന് മാത്രം കിട്ടത്തില്ല. അതാണ് കുരിശിൻ്റെ പ്രത്യേകത. 3-ാം ദിവസം കൊത്തുന്നേക്കത്തുള്ളൂ. പ്രൊഫസർ പറഞ്ഞതല്ലേ, ഇപ്പോൾ കുരിശെടുക്കണ കാലത്തൊന്നും റിട്ടേൺസ് ഇല്ല നമുക്ക്. അതിന് റിട്ടേൺസ് കുറേ കാലം കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ 3 ദിവസം കഴിഞ്ഞാന്ന് പറയുമ്പോൾ 3 ദിവസം കഴിഞ്ഞ ഉടനെ നമ്മൾ ഡേറ്റ്, കലണ്ടറിലെ ഡേറ്റ് എണ്ണി വെക്കരുത്. ആ 3 ദിവസം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസമാണ്. അടക്കി കർത്താവിൻ്റെ നിത്യതയിലാണ്. 3-ാം ദിവസം എന്ന് പറഞ്ഞാൽ നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ചില കുരിശിൻ്റെ റീഫണ്ട്, ചിലർ എന്നെ മക്കൾ നോക്കണില്ല അച്ഛാ, എന്നെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് വരത്തില്ലേ. അവരെൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവരെ തൽക്കാലത്തേക്ക് എന്തെങ്കിലും അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ സ്ഥലം കൊടുക്കുമെങ്കിലും അതല്ല എന്നെപ്പോലുള്ളവർ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്താ കാര്യം? അത് ചെയ്തിട്ട് അത് മാത്രം ചെയ്യാൻ റോട്ടറി ക്ലബ്ബുകാർ മതി ഇവിടെ. അങ്ങനെ ഒരു പുരോഹിതൻ്റെ ആവശ്യമില്ല. ഒരു ഡിപ്രൈവ്ഡായിട്ട് വീട്ടിൽ നിന്ന് തള്ളി പുറത്താക്കിയ മാതാപിതാക്കന്മാർ അവരൊരു പുരോഹിതനടുത്ത് വരുമ്പോൾ നമ്മൾ അവർക്കൊരു അഭയം കൊടുക്കണം. പക്ഷേ ആ അഭയം പരിപാടി എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ റോട്ടറി ക്ലബ്ബുകാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ അനാഥാലയങ്ങളൊക്കെ നടത്തുന്ന ഒത്തിരി പേരില്ലേ, ലേമാനുണ്ട്, അവർക്ക് ചെയ്യാൻ പറ്റും. പുരോഹിതൻ അത് ചെയ്യേണ്ടതാണ്. പക്ഷെ പുരോഹിതൻ അത് മാത്രം ചെയ്താൽ പോരെ. എന്താ കാര്യം? ഇവർ പുറത്താക്കി ഈ മക്കളെ വളർത്തിയിട്ട് അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. അപ്പം മക്കൾക്ക് വേണ്ടി പണ്ടെടുത്ത കുരിശ് മക്കൾ റീഫണ്ട് ചെയ്യുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? നിത്യത്തിലാണ് റീഫണ്ട് ചെയ്യണത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഭൂതകാലത്ത് മക്കൾക്ക് വേണ്ടി എടുത്ത കുരിശുകൾ കർത്താവിൻ്റെ നാമത്തിലേക്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറയും. നിങ്ങളത് നിങ്ങളുടെ പേരിലായിരുന്നല്ല അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പ്രസവിച്ച എൻ്റെ മകൻ എനിക്ക് ഞാൻ അവന് വേണ്ടി ഉറക്കം നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അക്കൗണ്ടിലാണ് അതെല്ലാം ചെയ്തിരുന്നത്. അതൊന്നും ഇപ്പോൾ റീഫണ്ടബിൾ അല്ലെന്ന് കണ്ടാൽ പിന്നെ ചെയ്യാവുന്ന ഒരു അടുത്ത മാർഗമെന്ന് പറയുന്നത് അത് നിങ്ങൾ ക്യാരി ഓവർ ചെയ്തിട്ട് കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം. അതാണ് നിങ്ങൾ അതായത് എൻ്റെ നാമത്തെ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കുക എന്ന് പറയുമ്പോൾ നിത്യതയെ റീഫണ്ടബിൾ ആകുന്നതാണ് കുരിശെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ. ബാക്കി എന്ത് കുരിശെടുത്താലും ഇപ്പം നിങ്ങളെ കുത്തിയിരുന്ന് പഠിക്കണം, രാത്രിയും പകലും പഠിക്കുന്നു, നിങ്ങൾക്ക് 4 അക്ക ശമ്പളം കിട്ടുന്നു കുറച്ച് കഴിയുമ്പോൾ, അതൊന്നും കുരിശല്ല. പഠനമൊന്നും കുരിശല്ല. എന്താ കാര്യം? പഠിക്കണത് എന്തിനു വേണ്ടിയാണ്? അത് നിങ്ങളുടെ നിങ്ങൾ ജോലി എടുത്തിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പോറ്റാനാണ്. പല അണ്ണന്മാർക്കും കുഴപ്പമെന്ന് പറയുക, 84 വയസ്സ് 82 വയസ്സെന്നൊക്കെ പറഞ്ഞ് കണക്കൂട്ടി നോക്കുമ്പോഴേ ബാലൻസ് ഇല്ല. എന്താ കാര്യം? കർത്താവിന് വേണ്ടി എടുത്ത കുരിശുകളൊന്നുമില്ല. കുറേ കുരിശുകൾ ഭർത്താവിന് വേണ്ടി എടുത്ത്, കുറേ കുരിശ് ഭാര്യയ്ക്ക് വേണ്ടി എടുത്ത്, അതെല്ലാം നിങ്ങൾ തന്നെ അവിടേക്ക് നിന്ന് അതിൻ്റെ വരുമാനം മേടിച്ചു, അവരുടെ ആശ്വാസവും അവരുടെ സന്ധിപ്പൊക്കെ വാങ്ങിച്ച് ടാരിയായി പോയി. റീഫണ്ടബിൾ അല്ലാത്ത സാധനം when we take the name of Jesus Christ, that is the Holy Cross. ക്രോസും ഹോളി ക്രോസും ഉണ്ട്. ക്രോസും ഹോളി ക്രോസും ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ എടുക്കുന്നതിനാണ് ഹോളി ക്രോസ് എന്ന് പറയുന്നത്. അല്ലാതെ സാധാരണ വരുന്ന മനുഷ്യന്മാരെല്ലാം എടുക്കുന്നത് അവർക്ക് വേണ്ടി എടുക്കുന്ന കുരിശ് സാധാരണ കുരിശാണ്. റീഫണ്ടബിൾ അല്ലാത്തതും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെടുത്തിട്ട് യേശുക്രിസ്തു റീഫണ്ട് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന സംഭവത്തിനെയാണ് കുരിശെന്ന് പറയണത്. അപ്പം അത് എൻ്റെ ഈ കുരിശ് കർത്താവിൻ്റെ നാമത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുരിശ് റീഫണ്ടബിൾ അല്ലെങ്കിൽ ആ കുരിശ് ഹോളി ക്രോസ് ആകാൻ സാധ്യതയുണ്ട്. അത് യേശുവിൻ്റെ നാമത്തിൽ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എൻ്റെ നിർമ്മലനാകും. ഓക്കെ അല്ലേ? ക്രിസ്ത്യാനിയായിട്ട് ഇവര് കാര്യമല്ലേ, എൻ്റെ നിർമ്മലനാകണം. അത് സ്റ്റാറ്റസാണ്. ഓക്കെ അല്ലേ? പക്ഷെ ഞാൻ പിന്നീട് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ പോലും അറിയാതെ എൻ്റെ ഈ അവസ്ഥ പൂർണ്ണമായും മാറി. ഞാൻ എപ്പോഴും ഈശോടത്തും മാതാവിൻ്റെ അടുത്തൊക്കെ പറയുമായിരുന്നു, എനിക്കിനി ഒരിക്കലും ഹോസ്പിറ്റലിൽ പോകാനായിട്ടൊരു അവസരം ഉണ്ടാക്കരുത് എന്ന്. കാര്യം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. രാത്രിയിൽ 12 മണി 1 മണി സമയത്തൊക്കെ എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും എല്ലാവർക്കും. അപ്പം ഞാൻ
ഇനി ആ ഹോസ്പിറ്റൽ, എനിക്ക് രോഗമില്ലാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ടൊരു അവസരം ഉണ്ടാകരുതെന്നായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഈ ഉടമ്പെടുത്തതിന് ശേഷം ഞാൻ പോലും അറിയാതെ എനിക്ക് എപ്പോഴാണിത് മാറിയെന്ന് പോലും ഇപ്പോൾ എനിക്ക് അറിയാൻ വയ്യ. എനിക്ക് നന്നായിട്ട് ഉറങ്ങാനും ഇപ്പോൾ എനിക്ക് നെഞ്ചിടിപ്പോ ശ്വാസം തടസ്സമോ ഒന്നും ഉണ്ടാവുന്നില്ല. അതിന് ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ കമ്പനി കോവിഡ് വന്നതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ ഒരു കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആകപ്പാടെ പ്രശ്നമായി. ഞങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടാനുള്ളവരൊക്കെ തരാതെ കമ്പനി ഒരുപാട് തകർച്ചയിലേക്ക് പോയി. അപ്പോൾ നാട്ടിൽ നിന്ന് ലോൺ എടുത്ത് അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ജോലിക്കാർക്കൊക്കെ ശമ്പളം കൊടുത്തു. അങ്ങനെ ഒത്തിരിയും ബുദ്ധിമുട്ടി. ഞങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് വരുമാനങ്ങളെല്ലാം നിലച്ചു. പക്ഷേ അവസാനം ഞങ്ങൾക്ക് SBIയിൽ ലോൺ അടയ്ക്കാൻ പറ്റാതെ വിഷമിച്ചപ്പോൾ SBIക്കാർ വീട്ടിൽ വന്ന് ഞങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. ഞാൻ പരിശുദ്ധ അമ്മയുടെ ഇവിടുന്ന് കൊണ്ടുപോയൊരു സ്റ്റാച്ചു എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ കയ്യിൽ പേപ്പറിൽ ഒരു മാസം ഇത്ര രൂപ എമൗണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞ് എഴുതി തന്നിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എങ്ങനെ ഇത് അടയ്ക്കണമെന്ന് എനിക്കറിയത്തില്ല, അമ്മയ്ക്ക് തന്നെ ഞാൻ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് പൈസകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ലോൺ അടയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധമ്മ നല്ല രീതിയിൽ ക്രമീകരിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഞങ്ങൾക്ക് കുറേ നിയോഗങ്ങളുണ്ട്. അത് അമ്മ ഇനിയും സാധിച്ചു തരുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഈ നിമിഷം വരെ ഈശോ അമ്മയും കൂടെ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് പ്രവീൺ തോമസ്. ഞാൻ വയനാട് ചെറുകാട്ടൂർ സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് പറയാനുള്ള സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2020 ജനുവരി 28-നായിരുന്നു ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ നിയോഗം തന്നെയായിരുന്നു എൻ്റെ പപ്പയുടെ കടം ബാധ്യത മാറുവാൻ വേണ്ടിയായിരുന്നു. പപ്പ ബാങ്കിൽ നിന്നൊരു 8 ലക്ഷം രൂപ ലോൺ എടുക്കുകയും അത് അടയ്ക്കാൻ സാധിക്കാതെ കൂട്ടുപലിശയായി ഏകദേശം 11 ലക്ഷത്തിന് മേലെ ബാങ്കിൽ നിന്ന് വിളി വരികയും അതെങ്ങനെയെങ്കിലും അടയ്ക്കണമെന്നുള്ള ഒരു നോട്ടീസ് പോലെ ഒരു ഇത് വരികയും ചെയ്തു. അങ്ങനെ ആ സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വരുന്നത്. എൻ്റെ ആദ്യത്തെ നിയോഗം അതായിരുന്നു. ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ബാങ്കിൽ നിന്ന് മാനേജർ മാതാവിൻ്റെ രൂപത്തിൽ വന്ന് അത് പുതുക്കുവാൻ ഒരു അവസരം തരികയും അതെനിക്ക് പുതുക്കുവാൻ സാധിക്കുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ എനിക്ക് ആകെ 4 ലക്ഷം രൂപയാണ് അടവുള്ളൂ. അതെനിക്ക് സുഖമായിട്ട് അടച്ചു പോകാൻ സാധിക്കുന്നുണ്ട്. ആദ്യം തന്നെ അതിനായിട്ട് അമ്മ മാതാവിനോട് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ നിയോഗം വെച്ചിരുന്നത്, ഞാൻ ആ സമയത്ത് എനിക്ക് 12,000 രൂപ മാത്രമായിരുന്നു സാലറി ഉണ്ടായിരുന്നത്. ഞാൻ അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞായിരുന്നു എനിക്കതൊരു 15,000 രൂപയായി ഉയർത്തി തരണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായി എനിക്ക് അമ്മ മാതാവ് അത് 25,000 രൂപയായി ഉയർത്തി തരികയും പുതിയ ജോലി തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മൂന്നാമത്തെ നിയോഗമായിരുന്നു എൻ്റെ ചേട്ടായി ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ കമ്പനിയിൽ 4 വർഷമായിട്ട് സ്ഥാനക്കയറ്റമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഉടമ്പടിയിൽ വെക്കുകയും ചേട്ടന് സാലറി കൂടുകയും ചെയ്തു, ഉയർന്നൊരു സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്തു. അതേപോലെ എൻ്റെ ഒരു കൂട്ടുകാരൻ 2.5 വർഷമായിട്ട്, അതായത് കോവിഡ് വന്ന് അത് കഴിഞ്ഞ് 2.5 വർഷമായിട്ട് കുംസാരവും കുർബാനയൊന്നും ഇല്ലാതെ എന്താ പറയുക, ദൈവത്തോടൊക്കെ ഒരു എതിർപ്പായി ആ രീതിയിലേക്ക് എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ ഒരു ദിവസം അവനെ വിളിച്ച് അമ്മ മാതാവിൻ്റെ ഉടമ്പടിക്ക് ആശീർവാദം കൊടുക്കുകയും അവനോട് പോയി പള്ളി കുംസാരിക്കാൻ പറയുകയും അവന് വേണ്ടി ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഈസ്റ്ററിന് അവൻ കുംസാരിച്ച് കുർബാന സ്വീകരിക്കുകയും ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഞാൻ 2ാം തവണയെ പുതുക്കിയത് നവംബർ 12-ാം തീയതി ആയിരുന്നു 2022. അന്ന് ഞാൻ നിയോഗം വെച്ചിരുന്നത് എൻ്റെ വീട് പണീൻ്റെ കാര്യമായിരുന്നു. ജനുവരി 31-ാം തീയതിക്കുള്ളിൽ വീട് പണി തുടങ്ങണമെന്നായിരുന്നു നിയോഗം വെച്ചത്. അമ്മ മാതാവ് എനിക്ക് ഡിസംബർ 1-ാം തീയതിക്കുള്ളിൽ തന്നെ ഒരു 13 സെൻറ്റ് സ്ഥലം തരികയും പുതിയ വീടിൻ്റെ പണി തുടങ്ങുകയും ചെയ്തു. ഇന്നിപ്പോൾ അതിൻ്റെ വാർപ്പാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരനെയും കൂടി കൃപാസനത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ കാലിൽ ഷൂ ഇട്ടിട്ട്
വളങ്കടിയായിട്ട് അത് മാറുന്നില്ലായിരുന്നു. അങ്ങനെ ഉടമ്പടി തൈലം പരട്ടുകയും വിശ്വാസ പ്രമാണം 9 പ്രാവശ്യം ചെല്ലുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്കത് മാറുകയും ചെയ്തു. അതേപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് തലവേദന ഉണ്ടായിരുന്നു. 4 വർഷമായിട്ടുള്ള തലവേദനയായിരുന്നു. അമ്മ പല മരുന്നുകളും ഉപയോഗിച്ചായിരുന്നു, പക്ഷേ മാറ്റമില്ലായിരുന്നു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി എണ്ണ അമ്മയുടെ തലയിൽ കുരിശ് വരച്ച് കൊടുത്തതിന് ശേഷം ഇപ്പോൾ തലവേദനയില്ല. 1000 നന്ദി ദൈവത്തോട് പറയുന്നു. എൻ്റെ പേര് നയന. ഞാൻ വരാപ്പുഴയിൽ നിന്ന് വരുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞാനൊരു നേഴ്സാണ്. എനിക്ക് വിദേശത്ത് പോകണം എന്ന് വളരെ നാളുകളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു 2019 മുതൽ. പക്ഷേ ഒരു 10 തവണ ഞാൻ OET എന്ന് പറഞ്ഞ എക്സാം എഴുതിയിരുന്നു. പക്ഷേ നിരവധിയായ തോൽവികളായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് ഞാനിവിടെ കൃപാസന മാതാവിനെ പറ്റി അറിഞ്ഞു. ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 11ാം തവണ എനിക്ക് അമ്മ മാതാവ് ന്യൂസിലൻഡ് സ്കോർ നൽകി എന്നെ അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ കുഞ്ഞ് 5 വയസ്സുള്ളതാണ്. അവന് എപ്പോഴും അസുഖങ്ങളാണ്. സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ പനിയോ ചുമയോ തുമ്മലോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് വരും. പിന്നെ അത് കഫക്കെട്ടായി മാറും. അലർജിയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എല്ലാ മാസം തന്നെ ഞങ്ങൾക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ടി വരുന്ന ഒരവസ്ഥയായിരുന്നു. തവണയും ആൻറ്റിബയോട്ടിക്കുകൾ എടുക്കേണ്ട വരും. പക്ഷേ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഈ ഒരു 3 മാസമായിട്ട് ഞങ്ങൾക്ക് ഒരു മരുന്നും തന്നെ വേണ്ടി വന്നിട്ടില്ല. കാരണം ഇവിടുത്തെ ഉടമ്പടി തൈലവും തേനും ഉപ്പും ഞാൻ സ്ഥിരമായി എൻ്റെ മകന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി അവനിപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. പിന്നെ ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് എൻ്റെ ചേച്ചിയുടെ കൂടെയാണ്, ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ കൂടെ. ചേച്ചിയുടെ മകൻ IELTS 3 തവണ എഴുതി. 3ാമത്തെ തവണ ഇവിടെ വന്ന് ചേച്ചി ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് പാസ്സാവുകയും ചെയ്തു. എനിക്ക് ഇതുപോലെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നു. പ്രാർത്ഥന എത്തിക്കാനൊക്കെ വളരെ മടിയുള്ള ഒരാളായിരുന്നു. ഇവിടെ വന്ന ശേഷം എനിക്ക് പ്രാർത്ഥന എത്തിക്കാനും ബൈബിള് വായിക്കാനും മുട്ടുമ്മയിൽ നിന്ന് കരുണക്കൊന്ത എത്തിക്കാനും അങ്ങനെയുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ തന്നു. എന്നെ എല്ലാം മാതാവ് ഓർമ്മപ്പെടുത്തി തരുന്ന പോലെ ഒരു ഇതാണ്. കാരുണ്യപ്രവർത്തി ചെയ്യാനും സഹായിക്കാനും അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും തിരുക്കുമാരനും ഒരു കോടാനുകോടി നന്ദി പറയുന്നു. ഈശോയ്ക്ക് സ്തുതി. എൻ്റെ പേര് മാണി KM. ഞാൻ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിനടുത്ത് എണ്ണപ്പാറ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് ഇങ്ങനെ ആരെന്തൊക്കെ പറഞ്ഞ് കേട്ടതല്ലാതെ എനിക്ക് യാതൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫിന് ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വരുന്നവർ ഈ കൃപാസനത്തെക്കുറിച്ചും ഇവിടുത്തെ അനുഗ്രഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് അവൾ എന്നോട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ 2022 ഓഗസ്റ്റ് 7-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുക്കാനുള്ള കാര്യത്തിലേക്കാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. എൻ്റെ മകള് 2.5 വർഷമായിട്ട് ഇവിടെ ബാംഗ്ലൂർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. BSc MLT കഴിഞ്ഞ് അവളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ദുബായിക്ക് പോകാം. അങ്ങനെ അവൾ ദുബായിക്ക് പോകേണ്ട പരീക്ഷ എഴുതി വിസിറ്റിങ്ങിൽ അവൾ ദുബായിലേക്ക് പോയി. അത് പോയതിന് ശേഷം കഴിഞ്ഞ വർഷം 2021 എൻ്റെ വീടിൻ്റെ റിനോവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പദ്ധതി ഇടുകയും പൈസയൊക്കെ സ്വരുകൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്തു വരികയും പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് ചെയ്യാൻ സാധിച്ചില്ല. ആ സമയത്ത് ഞാനൊരു സ്കൂളിൻ്റെ ബിൽഡിംഗ് വർക്ക് എടുത്തു. ഞാൻ കോൺട്രാക്റ്റ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ കിഫ്ബിയുടെ വർക്ക് ഏറ്റെടുത്ത് അത് ചെയ്തു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പൈസയും തീർന്നു, കടങ്ങളായി, ബാധ്യതകളായി. ഇപ്പം എൻ്റെ വീടിൻ്റെ പണികൾ മറ്റു കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാത്ത സാഹചര്യം. പിന്നെ പ്രൈവറ്റ് വർക്കുകൾ ഉള്ളതുകൊണ്ട് ഒരുവിധമൊക്കെ പിടിച്ചു തന്നു. ആ സമയത്ത് വർക്കിനൊക്കെ ഒരു ക്ഷാമമുള്ള സമയം, വർക്ക് ആരും ചെയ്യാത്തൊരു സമയമായതുകൊണ്ട് ആ വർക്കുകളും നിൽക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെ അപ്പോൾ പണിക്കാരെ ഒരു 10-20 പണിക്കാർ എനിക്കുണ്ട്. അപ്പോൾ ആ പണിക്കാരെയൊക്കെ പിരിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു എൻ്റെ വീടിൻ്റെ പണി തന്നെ ഇങ്ങ് പൂർത്തിയാക്കാതെ നിങ്ങൾ ചിന്തിച്ച് മാതാവിനോടൊക്കെ പ്രാർത്ഥിക്കണം. പള്ളിപ്പോക്കും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് എപ്പോഴും പോകുന്നത്. ആ മാതാവിൻ്റെ ഒരു കരുതലും കൃപയും എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ
ഞാൻ വീടിൻ്റെ പണി ആരംഭിക്കാൻ വേണ്ടി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച്, അപ്പോൾ ആദ്യം ഒരു ടാങ്ക് ചെയ്യാൻ, നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട്, ഒരു ടാങ്ക് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് JCB ഒക്കെ കൊണ്ടുവന്ന് ടാങ്ക് ചെയ്യാൻ വേണ്ടി നീക്കം എടുത്തു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഒരു ബാങ്കിൽ നിന്ന്, ഇപ്പോൾ എൻ്റെ സിവിൽ സ്കോറൊക്കെ അപ് ടു ഡേറ്റ്, അതുകൊണ്ട് ഒരു ബാങ്കിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു ലോൺ പാസ്സായി കിട്ടാൻ ചാൻസ് ഉണ്ട്, നിങ്ങളൊരു കാര്യം നിങ്ങളൊരു അപ്രൂവൽ തന്നു കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ആ പൈസ എടുത്ത് നമുക്ക് വീടിൻ്റെ പണി ആരംഭിക്കാം, അപ്പോൾ പണിക്കാർക്ക് പണി കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചു. അങ്ങനെ വീടിൻ്റെ പണി ആരംഭിച്ചു. മോള് ഗൾഫിലും പോയി, അപ്പോൾ എന്തെങ്കിലും നടക്കുമെന്ന് വിചാരിച്ച് പ്രതീക്ഷയോടെ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പം ഈ പൈസ പെട്ടെന്ന് സ്കൂളിൻ്റെ പണിയിലേക്ക് കുറച്ച് മാറിയും പോയി, പണികളും ഇല്ല, പൈസയില്ല, ബുദ്ധിമുട്ട്, ആകെപ്പാടെ ഒരു വിഷമ വൃത്തത്തിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴൊരു സുപ്രഭാതത്തിൽ തോന്നി നമുക്കൊന്ന് കൃപാസനത്തിൽ പോകും. ഞാൻ തന്നെ അങ്ങോട്ട് ആവശ്യപ്പെട്ടു, ഇവിടെ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല, നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു. ടിക്കറ്റൊക്കെ അങ്ങനെയൊക്കെ പെട്ടെന്ന് കിട്ടി, വന്നു, ഉടമ്പടി എടുത്തു. ഈ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം വീടിൻ്റെ പണി